കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. അരിയൂർ ബാങ്ക് പ്രതിസന്ധി CPIM മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്തതെന്ന് ബാങ്ക് ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം ബാങ്ക് ഭരണസമിതിക്കെതിരെ CPIM വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. 2023 മെയ് മാസത്തിൽ പത്രത്തിൽ വന്ന വാർത്ത വളച്ചൊടിച്ച് നിക്ഷേപകർക്കിടയിൽ ആശങ്കയുളവാക്കി അവർ നിക്ഷേപം ഒന്നിച്ച് പിൻവലിച്ചതാണ് അരിയൂർ ബാങ്കിൽ നിലവിലുള്ള പ്രതിസന്ധിക്ക് കാരണം. അന്നത്തെ ആ പത്രവാർത്ത നിക്ഷേപകർക്ക് 0.5% മുതൽ 1.5% വരെ പലിശ കൂടുതൽ നൽകിയതായും പലിശ ഇളവ് നൽകിയത് രജിസ്ട്രാറുടെ സർക്കുലറിൽ അധികരിച്ചാണ് എന്നുമാണ്. ഈ തുക ബന്ധപ്പെട്ട ഭരണസമിതിയിൽ നിന്നും സെക്രട്ടറിയിൽ നിന്നും ഈടാക്കുവാൻ ശുപാർശ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ലഭ്യമായിട്ടുണ്ടെങ്കിലും മുൻ ഭരണസമിതിയും അന്നത്തെ സെക്രട്ടറിയും കോടതിയെ സമീപിച്ചതുകൊണ്ട് നടപടികൾ വൈകുന്നതാണ്. 101 കോടി നിക്ഷേപവും 104 കോടി വായ്പയും ഉണ്ടായിരുന്ന ബാങ്ക് വ്യാജ പ്രചരണങ്ങൾ കാരണം നിക്ഷേപം 60 കോടിയിലേക്ക് എത്തി. ഇതാണ് ബാങ്കിലെ പ്രതിസന്ധിക്ക് കാരണം. നിക്ഷേപകർ ഒരേ സമയം ബാങ്കിൽ നിന്നും നിക്ഷേപം പിൻവലിക്കുവാൻ കാരണം ഈ അപവാദ പ്രചരണങ്ങളാണ്. അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് സഹകരണ വകുപ്പിന്റെ 65-68 അന്വേഷണങ്ങൾ നേരിട്ടതിൽ മറ്റു സഹകരണ ബാങ്കുകളിൽ കാണുന്നതുപോലെയുള്ള ഒരു അഴിമതിയും കണ്ടുപിടിച്ചിട്ടില്ല. ബാങ്കിനെതിരെയുള്ള ജോയിന്റ് രജിസ്ട്രാറുടെ ഉത്തരവ് സംബന്ധിച്ച എന്നാൽ ബാങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു 65 എൻക്വയറിയുടെ ഭാഗമായിക്കൊണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് ജോയിന്റ് രജിസ്ട്രാർ ഇറക്കിയ ഒരു ഉത്തരവാണ് ഇന്നലെ വീണ്ടും ചർച്ചയ്ക്ക് വിധേയമാക്കിയത്. ജോയിന്റ് രജിസ്ട്രാറുടെ ഉത്തരവ് 1 വർഷങ്ങൾക്കും പറഞ്ഞത് ആ 65 എൻക്വയറിക്ക് ശേഷം അതിൽ കണ്ടെത്തിയ ന്യൂനതകൾ പരിഹരിക്കാൻ വേണ്ടി അതിൽ 65 എൻക്വയറിയും പൂർത്തീകരിച്ച് അതിൽ ബാങ്കിൽ നഷ്ടം വരുത്തിയ ജീവനക്കാരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും നഷ്ടസംഖ്യ പിടിച്ചെടുക്കാനുള്ള സർക്കാർ ഉത്തരവാണ്. ഇതിനെതിരെ ബാങ്കിൻ്റെ അന്നത്തെ ഭരണസമിതി അപ്പീൽ പോയിരുന്നു. ആ 65 എൻക്വയറി വായിച്ചാൽ ഏവർക്കും അന്ന് ഞങ്ങൾ ബോധ്യപ്പെടുത്തണം. ഇതേ ഒരു പത്രസമ്മേളനം ഞങ്ങൾ 1 വർഷം മുമ്പ് നടത്തിയതാണ്. അന്ന് വളരെ വ്യക്തമായി പറഞ്ഞതാണ് അവിടെ 65 എൻക്വയറിൽ കണ്ടെത്തിയ ക്രമക്കേട് എന്ന് പറയുന്നത് കോവിഡ് കാലത്ത് വായ്പകൾ കുടിശ്ശികയായ രോഗിയായ തിരിച്ചടക്കാൻ പറ്റാത്ത ആളുകൾക്ക് വായ്പ ക്ലോസ് ചെയ്യുമ്പോഴോ പുനർവായ്പ നൽകുമ്പോഴോ കൊടുത്ത പലിശ ഇളവാണ്. ആ പലിശ ഇളവിന് അർഹരായ 254ഓളം പേർക്ക് കൊടുത്ത പലിശ ഇളവാണ് അവിടെ കൃത്രിമം നടത്തിയെന്ന് പറയുന്നത്. ഈ പലിശ ഇളവ് കൊടുക്കുന്നത് ഭരണസമിതി മാത്രമല്ല, കുടിശ്ശിക നിവാരണത്തോട് ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ സംബന്ധിച്ച് അദാലത്ത് സംഘടിപ്പിക്കാൻ വേണ്ടി സർക്കാരിൻ്റെ ഉത്തരവുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണസമിതിയും ജീവനക്കാരും ബന്ധപ്പെട്ട ജനപ്രതിനിധികളും ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരും കൂടിയാണ് ഈ വായ്പക്കാർക്ക് പലിശ ഇളവ് നൽകുന്നത്. ആ രൂപത്തിൽ അത് ഭരണസമിതിയുടെ ഒറ്റക്കുള്ള തീരുമാനപ്രകാരമല്ല പലിശ ഇളവ്. അങ്ങനെ പലിശ ഇളവ് നൽകിയ ഇനത്തിലാണ് ഒരു 1,54,00,000 രൂപ ബാങ്കിലേക്ക് തിരിച്ചിടുകയാണ്. ഇതൊരിക്കലും അഴിമതിയായിട്ടോ അതല്ലെങ്കിൽ സാമ്പത്തിക ക്രമക്കേടായോ കണ്ടെത്തിയിട്ടില്ല. മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജിൽ 60 ലക്ഷം രൂപയോളം ഷെയറും ഡെപ്പോസിറ്റുമായി 1 വർഷത്തേക്ക് 2017 നിക്ഷേപിച്ച സംഖ്യ പലിശ പോലും നൽകാൻ തയ്യാറാകാതെ ബാങ്കിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുകയാണ്. പലിശയടക്കം ഇപ്പോൾ 70 ലക്ഷത്തോളം രൂപ മടക്കി നൽകുവാനുണ്ട്. കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയ മനോജ് സെക്രട്ടറിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിനോട് നിരവധി തവണ തുക തിരിച്ചു നൽകുവാൻ ആവശ്യപ്പെട്ടിരുന്നതാണ്. അലനല്ലൂർ അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി, മണ്ണാർക്കാട് റൂറൽ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്, കുമരംപുത്തൂർ സർവീസ് സഹകരണ ബാങ്ക്, കുമരംപുത്തൂർ ഹൗസിംഗ് സൊസൈറ്റി എന്നിവിടങ്ങളിലും നടന്നിട്ടുള്ള അഴിമതികളുടെ കഥ പുറത്തുവരാതിരിക്കുവാൻ വേണ്ടി അരിയൂർ ബാങ്ക് പ്രതിസന്ധി CPM മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്ത ഒന്നാണെന്നും ബാങ്ക് ഭരണസമിതി ആരോപിച്ചു. വാർത്താസമ്മേളനത്തിൽ അഡ്വക്കേറ്റ് TA സിദ്ദിഖ്, പ്രസിഡന്റ് പാറശ്ശേരി ഹസൻ, വൈസ് പ്രസിഡന്റ് അബ്ദുൾ അസീസ്, ഡയറക്ടർമാരായ അബ്ദുൾ ഹമീദ്, അബ്ദുൾ അസീസ്, ചേക്കു മാസ്റ്റർ, ഹസൈനാർ മാസ്റ്റർ, ഉമ്മർ മനച്ചിത്തൊടി എന്നിവർ പങ്കെടുത്തു.